ഹലോ ഗായ്സ്, അങ്ങനെ നേരെ നമ്മൾ പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം പൈൻ വാലിയുടെ അകത്തേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പം ഏട്ടനും കല്യാണി മോളും കൂടെ പോയി ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുവാണേ. അപ്പം ആരൊക്കെ നമ്മുടെ വാഗമണ്ണ് വന്നിട്ടുണ്ട്, പൈൻ ഫോറസ്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇവിടുത്തെ വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഊർന്ന് കിടക്കുന്ന വഴിയായതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ അങ്ങ് താഴെ ചെല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ എടുത്ത് ഞങ്ങൾ വളരെ സൂക്ഷിച്ചാട്ടോ നടന്നു പോകുന്നത്. അതിമനോഹരമായിരുന്നു. നല്ല കാറ്റും നല്ല തണുപ്പും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ തന്നെ കല്യാണിമോളൊക്കെ ഫുൾ എനർജി ആയിട്ട്, കാരണം അവൾക്ക് ഓടി നടക്കാനും അവളുടേതായിട്ടുള്ള ആ ലോകത്ത് കിടന്ന് കളിക്കാനായിട്ടൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഒന്നിനും ഒരു തടസ്സം നിന്നില്ല. അവളുടെ ഇഷ്ടം പോലെ അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മളെ കുട്ടികളെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന സമയത്തും പറ്റുന്ന സാഹചര്യങ്ങളിലല്ലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ പോയൊരു ഇത് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. കാരണം അന്ന് എൻ്റെ പേരൻസിന് ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യമോ സമയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെയായിട്ട് പുറത്ത് പോകണം, അവരെ പരമാവധി എൻജോയ് ചെയ്യിപ്പിക്കണം എന്നാട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പം വരാൻ പറഞ്ഞ് വിളിച്ചിട്ടൊന്നും കല്യാണി വരുന്നില്ല, ഇതുപോലെ ഓടി കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതുപോലെ കുഞ്ഞനെ നമ്മൾ കുറേ നേരം ഇറക്കി വിട്ട് കുഞ്ഞനെ നമ്മൾ കളിപ്പിച്ചു. അങ്ങനെ നേരെ നമ്മൾ പൈൻ വാലിയിൽ നിന്ന് പോകുന്നു കേട്ടോ. ഒരുപാട് സമയം ഇരുന്നിട്ടാണ് പോകുന്നത്. നമ്മുടെ രണ്ട് കുട്ടികളും മിടുക്കരായിരുന്നു. ഒന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പൊ കുഞ്ഞനൊന്നും തന്നെ മേടിച്ചു കൊടുത്തില്ല, കല്യാണിക്ക് ഒന്നും മേടിച്ചു കൊടുത്ത്. ഓ ഇതാനും പറ്റുന്നില്ല. ഊരിക്കോ. പാവം എന്റെ കുഞ്ഞിന് അത് എങ്ങനെയാന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ പാവം. അപ്പൊ നമുക്ക് എന്താണ് അബളി പറ്റിയെന്ന് അറിയണ്ട. അപ്പൊ നമ്മൾ പോന്നപ്പോ പെട്രോൾ അടിച്ചിട്ട് പോകുന്നതാണ്. ഈ മലയും കുന്നും എല്ലാം കയറിയപ്പോൾ നമ്മുടെ പെട്രോളിന്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനമായി. അപ്പോൾ വാഗമണ്ണ് എങ്ങും പെട്രോൾ കിട്ടില്ല എന്നറിഞ്ഞ് നമ്മൾ നേരെ പോയത് കുട്ടിത്താനത്തേക്കാട്ടോ. പക്ഷെ അവിടെയും ഇല്ലായിരുന്നു, പെട്രോൾ പമ്പുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ വഴിയിൽ ഒന്നെത്തി ഒരു ഓട്ടോ ചേട്ടനോടൊക്കെ ചോദിച്ചു, അവിടെ എങ്ങും കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ്. പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ ഒരു ചായക്കട നിന്ന് ആ ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് നമ്മൾ കുറച്ച് പെട്രോൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ പകുതി എത്തിയപ്പോഴത്തേനും പിന്നെ നമുക്ക് പെട്രോൾ ഒക്കെ കിട്ടി കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് ഒന്നും ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. പിന്നെ കാഞ്ഞിരപ്പള്ളി വന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ചല്ല, ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് നമ്മൾ വല്ല വഴിയിൽ പെട്ടുപോയുള്ളൊരവസ്ഥ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഈ ഏട്ടൻ നടന്നു പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തോടാട്ടോ. അങ്ങനെ നേരെ പോകുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.